നമ്മുടെ എല്ലാവരുടെയും ഫോണിലേക്ക് മിക്ക ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു ദിവസത്തിൽ ഒരു കോളെങ്കിലും ആവശ്യമില്ലാത്ത കോളായിരിക്കും. ചിലപ്പോൾ അത് റോങ് നമ്പർ ആവാം, ഇല്ലെങ്കിൽ അതെന്തെങ്കിലും സ്പാം ആവാം. എന്തായാലും നമുക്ക് പലപ്പോഴും ഇതേപോലെ ആവശ്യമില്ലാത്ത ആളുകൾ വിളിക്കുന്ന നമുക്ക് ആ കോള് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവാറുണ്ട്. എന്നാൽ നമ്മളെ വിളിക്കുന്നത് ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിലോ, അങ്ങനെ ആരെങ്കിലും നിങ്ങളാരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? അത് അങ്ങനെ ഒരു സംഭവം ഛത്തീസ്ഗഡിൽ സംഭവിച്ചു. ഒരു ചെറുപ്പക്കാരൻ, മനീഷ് എന്നാണ് പേര്. മനീഷ് പോയിട്ട് പുതിയൊരു സിം എടുത്തുകൊണ്ട് വന്ന് മനീഷിൻ്റെ ഫോണിലൊക്കെ ഇട്ട് ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ച് പിന്നെ ഇരിക്കുമ്പോൾ മനീഷിന് കോൾ വരുന്നു. പരിചയമില്ലാത്തൊരു നമ്പറെന്ന് വിളിച്ചത് വിരാട് കോഹ്ലിയാണ്. മനീഷ് വിചാരിച്ചു എന്നത് ആരോ പറ്റിച്ചതാണ് എന്ന് പറഞ്ഞ് മനീഷ് അത് കട്ട് ചെയ്തു. പക്ഷെ പിന്നെയും കോളുകൾ വരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് പ്ലെയേഴ്സ് വിളിക്കുന്നു. അതായത് വിളിക്കുന്ന മുഴുവൻ ക്രിക്കറ്റ് പ്ലെയേഴ്സാണ്. അപ്പം മനീഷിനൊരു പിടിയും കിട്ടുന്നില്ല, ഇതെന്താണ് സംഭവം. കാരണം സിം ഇപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ, ഇങ്ങനെ ഓരോ നമ്പറിൽ വിളിക്കുന്നു. മനീഷ് വിചാരിച്ചു മനീഷിൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും, പക്ഷേ ഈ നമ്പറൊന്നും അങ്ങനെ ആർക്കും കൊടുത്തിട്ടൊന്നുമില്ല. ആ സമയത്ത് ആരൊക്കെയോ വിളിക്കുന്നതിന് പറ്റിക്കുന്നതാണെന്നുള്ള ധാരണയിൽ മനീഷ് ഇതിനെക്കുറിച്ചൊരു അന്വേഷണം, അല്ലെങ്കിൽ മനീഷ് എനിക്ക് തോന്നുന്നു വീണ്ടും ഈ സിം എടുത്ത അവിടെ പോയിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്തു. അങ്ങനെ ഒരു അന്വേഷണം ഇയാളുടേതായ രീതിയിൽ നടത്തി. അപ്പോഴാണ് ഇയാളൊരു സത്യം മനസ്സിലായത്. ഇയാൾ യൂസ് ചെയ്തിരുന്ന ഈ നമ്പർ, ഇതിൻ്റെ മുമ്പത്തെ ഉടമ എന്ന് പറയുന്നത് രജത് പാട്ടിദാർ എന്ന് പറയുന്ന ക്രിക്കറ്റ് പ്ലെയറാണ്. ക്രിക്കറ്റ് കാണുന്നവരുടെ ഒക്കെ പ്രിയങ്കരനാണ് റോയൽ ചലഞ്ചേഴ്സിൻ്റെ രജത് പാട്ടിദാർ. അപ്പോൾ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന നമ്പറായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇപ്പോഴത്തെ എനിക്കും അത് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയാം. നമ്മളിപ്പോൾ ഒരു നമ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നമ്പറോ നമ്മൾ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളത് നമ്മളിപ്പോൾ റീചാർജ് ചെയ്യേണ്ട ഒരു ഡേറ്റ് എടുത്ത് നമ്മൾ റീചാർജ് ചെയ്തില്ല, 90 ദിവസം കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി കട്ടാവും. ഇത് ഓട്ടോമാറ്റിക്കലി കട്ടായി കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ആയിരിക്കും, അതായത് വേറൊരു പുതിയതൊരു കണക്ഷൻ എടുക്കുന്ന ഒരാൾക്ക് അവർക്ക് കമ്പനിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അതാണ് അതിൻ്റെ റൂള്. ചിലപ്പോൾ നിങ്ങൾ പണ്ട് യൂസ് ചെയ്തിരുന്ന ഏതെങ്കിലും നമ്പർ ഇപ്പം നിങ്ങൾ ആ നമ്പർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ച് നോക്കിയാൽ വേറെ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നമ്പർ കട്ടാവുകയാണെങ്കിൽ അത് വേണ്ടപ്പെട്ടവരൊക്കെ അറിയിക്കണം. നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവരെ, നമ്മുടെ റെഗുലർ കോൺടാക്റ്റിലുള്ളവരെ ഞാനിപ്പോൾ ഈ നമ്പർ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പുതിയ നമ്പർ അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ ലിസ്റ്റ് മിക്കവാറും നിങ്ങളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളുടെ നമ്പറിൽ ചിലപ്പോൾ ഒരു 3-4 നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ ചിലപ്പോൾ പല നമ്പറും ഇപ്പോൾ യൂസ് ചെയ്യാത്തതായിരിക്കാം. നിങ്ങൾ ഇനി അബദ്ധത്തിൽ വല്ല ബ്രോഡ്കാസ്റ്റായിട്ട് മെസ്സേജസോ ഫോർവേഡ് മെസ്സേജോ പലതും അയക്കാറുണ്ടാവില്ല. അപ്പോൾ ആ നമ്പറിലേക്ക് എങ്ങാനും അയക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പിന്നീട് ഒരു പാരയായിട്ട് വരണ്ട. അപ്പോൾ ഇതിൻ്റെ ഞാൻ കൂട്ടത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ പറയുന്ന ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇതിൻ്റെ സിമ്മിൻ്റെ ഓണർ മനീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിനൊക്കെ സോറി പറഞ്ഞിട്ട് ആ നമ്പർ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചെടുക്കാം എന്നും പറഞ്ഞ് മനീഷ് രജത്തിനത് തിരിച്ച് കൊടുത്തു. എന്തായാലും മനീഷിന് പക്ഷേ ഭയങ്കര സന്തോഷമായി. കാരണം ജീവിതത്തിൽ നേരിട്ട് കാണാത്ത അല്ലെങ്കിൽ ആരാധിക്കുന്ന സെലിബ്രിറ്റീസൊക്കെയാണ് ഫോൺ വിളിച്ചത്. അപ്പോൾ നാളെ ചിലപ്പോൾ ഇതുപോലെ നിങ്ങളിപ്പോൾ ഒരു പുതിയ കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ നിങ്ങളുടെ നമ്പറിലേക്ക് വിളിക്കുന്നത് ചിലപ്പോൾ ലാലേട്ടനോ മമ്മൂക്കയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ വിരാട് കോഹ്ലിയൊക്കെ ആവാം. ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് വരട്ടെ. അത് അവസാനം നിങ്ങൾക്കതൊരു പാരയായി മാറാതിരിക്കട്ടെ എന്നും നമുക്ക് വിശ്വസിക്കാം.